ബ്രഹ്മേതി ഭേദമതൗ സത്യാം ഹി മുക്തൗ സംശയഃ സ്യാത്. ഒന്ന് ബ്രഹ്മമല്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ മുക്തി നേടിയിട്ടില്ല എന്നർത്ഥം. ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് ബ്രഹ്മമായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മുക്തനായിട്ടില്ല. സകലത്തിലും ബ്രഹ്മഭാവം പുലർത്തണം. എന്ത് കണ്ടാലും ബ്രഹ്മമെന്ന് തീരുമാനിക്കണം. നല്ലത്, ചീത്ത, ശുഭം, അശുഭം, ശത്രു, മിത്രം, ഈ ഭേദങ്ങളൊന്നും ഉണ്ടാവരുത്. എല്ലാം ബ്രഹ്മമയമായി തീരണം നമ്മുടെ കാഴ്ചപ്പാടിൽ. നഹി ബ്രഹ്മേതി ഭേദമതോ. ഭേദബുദ്ധി എന്ന് പറയുന്നത് എന്തെന്നോ, എന്തെങ്കിലും ഒരു ദൃശ്യം കാണുമ്പോൾ ഇത് ബ്രഹ്മമല്ല എന്ന വിചാരമുണ്ടോ നിങ്ങൾക്ക്? ഇത് ബ്രഹ്മമല്ല. ഓടവെള്ളം, മലിനജലം, ഇത് ബ്രഹ്മമല്ല. ഗംഗാജലം മാത്രം ബ്രഹ്മം. ആര് പറഞ്ഞു നിങ്ങളോട്? ഗംഗാജലം പവിത്രമാണ്, മലിനജലം കുടിക്കാൻ കൊള്ളാത്തതാണ്. ആ വ്യത്യാസമൊക്കെ ഇരിക്കട്ടെ. ഈ രണ്ട് ജലങ്ങളായും കാണപ്പെടുന്നത് ബ്രഹ്മമാണ്. എന്തിന്? ഒരു കെമിസ്റ്റിൻ്റെ ദൃഷ്ടിയിൽ പോലും, അതായത് ഒരു രസതന്ത്രജ്ഞൻ്റെ കാഴ്ചപ്പാടിൽ പോലും ഈ ശുദ്ധജലവും മലിനജലവും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സംയുക്തമാണ്. അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും അല്ലാതെ ഈ ജലത്തിൽ വേറെന്തുണ്ട്? ഗംഗാജലത്തിൽ വേറെന്തുണ്ട്? മാലിന്യം അതിൻ്റെ പുറമേ ഉള്ളൂ, ഉപരിപ്ലവമായിട്ടേ ഉള്ളൂ മാലിന്യം. മലിനജലം സംസ്കരിച്ച് ശുദ്ധജലമാക്കി മാറ്റുന്നില്ലേ? അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? മലിനജലം കുടിക്കാൻ കൊള്ളാത്തതാണ്. ഈ മലിനജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ മാലിന്യം ആ ജലത്തിൻ്റെ തനതായ ഒരു സ്വഭാവമല്ല, താൽക്കാലികമായി വന്നു ചേർന്നതാണ്. കെമിക്കലി എല്ലാം H2O തന്നെയാണ്. നിങ്ങൾ എവിടെ നിന്ന് വെള്ളം എടുത്താലും, ഭൂഗർഭജലം എടുത്താലും, കിണറ്റിലെ വെള്ളം എടുത്താലും, കുളത്തിലെ വെള്ളം എടുത്താലും, കായലിലെ വെള്ളം എടുത്താലും, നമ്മൾ ഒഴിക്കുന്ന മൂത്രം പോലും അതിലെ ജലാംശം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സംയുക്തമാണത്. ഇല്ലയെന്നെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ശാസ്ത്രീയ ദൃഷ്ടി അംഗീകരിക്കുക. ബ്രഹ്മമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്ന സത്യം ബുദ്ധിക്കെങ്കിലും പിടികിട്ടിയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഭേദബുദ്ധി ഉണ്ടാവും? ഉണ്ടാവാൻ പറ്റില്ല. ഉണ്ടായാൽ ജ്ഞാനം നേടിയിട്ടില്ല എന്നർത്ഥം. ബുദ്ധിക്ക് തന്നെ ഈ സത്യം അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ അനുഭവിക്കും? എല്ലാറ്റിനെയും ബ്രഹ്മമാണെന്ന് കണ്ട് പലതരം അനുഭവങ്ങളിലൂടെ പലതരത്തിലുള്ള അടികളും ഏറ്റ് ദുഃഖിച്ച് ആത്മജ്ഞാനം നേടണം. ആത്മജ്ഞാനം നേടാൻ ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഓരോ പ്രഹരവും, ജീവിതത്തിലുള്ള ഓരോ ദുഃഖവും നമ്മെ പാകപ്പെടുത്താനുള്ള ഈശ്വരൻ്റെ ഉപായങ്ങളാണ്. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. എനിക്ക് തുടരെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്ന് ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മെ ശുദ്ധീകരിക്കുകയാണ് ഭഗവാൻ. സ്വർണത്തെ എന്തിനാണ് തീയിലിടുന്നത്? തീയിലിട്ട് അതിനെ ഉരുക്കുന്നത് അതിലെ മാലിന്യം നീക്കാൻ വേണ്ടിയാണ്. മർദ്ദനം ഗുണവർദ്ധനം എന്നൊരു ചൊല്ല് സംസ്കൃതത്തിലുണ്ട്. സുഭാഷിതം. മർദ്ദനം ഗുണവർദ്ധനം. തല്ല്, അടി, ശാസന അത് ഗുണത്തെ വർദ്ധിപ്പിക്കുന്നു. അതിന് കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മർദ്ദിക്കും തോറും ശക്തി കൂടുന്നത് ഏതിനൊക്കെ? കരിമ്പിനെ എത്ര കണ്ട് നിങ്ങൾ ചതയ്ക്കുന്നുണ്ടോ അതിൽ നിന്ന് അത്രയും കൂടുതൽ ജ്യൂസ് കിട്ടും. കരിമ്പിൻ ചാറ് എത്ര കണ്ട് അതിനെ ചതയ്ക്കുന്നുണ്ടോ അത്രയും ജ്യൂസ് അതിൽ നിന്ന് കിട്ടും. താമ്പൂലം. സ്ത്രീ എന്നൊന്നും പറയരുത്.
മിണ്ടിപ്പോരുത്, ആ വാക്ക് മിണ്ടരുത്, അകത്ത് കിടക്കേണ്ടി വരും. ആ ജെൻഡർ ഡിഫറൻസ് എന്നുള്ളത് ഒരിക്കലും പാടില്ല, ലിംഗവ്യത്യാസം പാടില്ല. ആൺപെൺ ഭേദമില്ലാതെ ഏത് വ്യക്തിക്കും നല്ല ശകാരമോ അല്ലെങ്കിൽ തല്ലോ കൊടുത്തു കഴിഞ്ഞാൽ നേരെയാവും. തല്ലിയിട്ട് നേരെയാകാത്ത കേസുണ്ട്, അവരെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. സാധാരണഗതിയിൽ നന്നാവുന്നത് മർദ്ദനം കൊണ്ടാണ്. കുട്ടികളെയൊക്കെ ശിക്ഷിച്ച് വളർത്തണം, ശാസിക്കണം, വഴക്ക് പറയണം. അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതോടൊപ്പം അവരോട് അല്പം കയർത്ത് സംസാരിക്കണം, വഴക്ക് പറയണം. എന്നാലേ ആ കുഞ്ഞുങ്ങൾ നേരെയാവും. ഇപ്പം കരിമ്പ്, കുറേ ഉദാഹരണങ്ങളുണ്ട്. സ്വർണം, ബാലൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മർദ്ദിക്കും തോറും അതിൻ്റെ മാറ്റ് കൂടും. അപ്പോൾ ദുഃഖങ്ങൾ നമ്മെ പാകപ്പെടുത്താനായി, ഇപ്പം ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അവനെ പാകപ്പെടുത്താനുള്ള ഭഗവാന്റെ ഉപായങ്ങളാണ്. അതുകൊണ്ട് അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. നഹി ബ്രഹ്മേതി ഭേദമതൗ സത്യാം ഹി, അല്ല, നാഹം ബ്രഹ്മേതി ഭേദമതൗ സത്യാം ഹി, ഞാൻ ബ്രഹ്മമല്ല, അല്ലെങ്കിൽ ഇത് ബ്രഹ്മമല്ല. ഒരു വസ്തുവോ അല്ലെങ്കിൽ ഞാനെന്ന ഭാവമോ അത് ബ്രഹ്മമല്ല എന്ന് ചിന്തിക്കുന്നതാണ് വാസ്തവത്തിൽ ഭേദബുദ്ധി. ആ ഭേദബുദ്ധി ഉള്ളപ്പോൾ അയാൾ മുക്തനാണോ എന്നുള്ള സംശയം നമ്മുടെ ഉള്ളിൽ ഉദിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ ഉള്ളിൽ ഭേദബുദ്ധി അല്പം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ അയാൾ മുക്തനാണോ എന്ന് സംശയിക്കുന്നത് ന്യായമല്ല. നാഹം ബ്രഹ്മേതി ഭേദമതൗ സത്യാം ഹി മുക്തൗ സംശയസ്യാത്. ഞാൻ ബ്രഹ്മമല്ല എന്നുള്ള ഭേദബുദ്ധി ഉള്ളിൽ നിലനിൽക്കുന്നുവെങ്കിൽ അയാൾ മുക്തനാണോ എന്നുള്ള സംശയമുണ്ടാകാം. സൈവ തേഷാം നാസ്തീത്യാഹ, ഈ ജീവൻ മുക്ത പുരുഷന്മാർക്ക് ഉള്ളിൽ ഭേദബുദ്ധി അല്പം പോലുമില്ല. ആകാശേ ബ്രഹ്മാകാശ തദ്വച്ഛുദ്ധേന ചരമസാക്ഷാത്കാരവൃത്യാത്മകജ്ഞാനേന യേ ധാരയന്തി ദേഹമനഃ പ്രാണാദീനിതി ധർമാ ജീവാസ്താൻ ഗഗനോപമാൻ അസംഗ അദ്വയ പൂർണ്ണ ബ്രഹ്മഭാവേന ആകാശസദൃശാൻ വിന്ദന്തി ലഭന്തെ തേഷാം ജീവന്മുക്താനാം ഭേദഭ്രമ ഹേത്വജ്ഞാനസ്യ നഷ്ടത്വാത് പുനർഭേദമതിഃ കുതഃ. എന്താ പറയുന്നത്? ആകാശം പോലെ നിർമ്മലരാണ് എന്ന് പറഞ്ഞത്. ആകാശം എന്ന് പറയുന്നത് ചിദാകാശമാണ്. ചിദാകാശം അത്യന്തം നിർമ്മലമാണ്. ഈ ഭൂതാകാശം തന്നെ ഒന്നുകൊണ്ടും കളങ്കപ്പെടുന്നില്ല. ആ ബ്രഹ്മാകാശം അത് അത്യന്തം പവിത്രവും ശുദ്ധവുമാണ്. അതുപോലെ ശുദ്ധമായ മനസ്സോട് കൂടിയവരാണ് ജ്ഞാനികൾ, ജീവൻ മുക്തന്മാർ. ചരമസാക്ഷാത്കാര വൃത്യാത്മകജ്ഞാനേന. ചരമസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഇനി ജീവിതത്തിൽ ഒന്നും നേടാനില്ല. ആ സ്ഥിതി എപ്പോഴാണ് കൈവരിക? ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, ആത്മജ്ഞാനം നേടിക്കഴിയുമ്പോൾ. ഇനി ഒന്നും എനിക്ക് ജീവിതത്തിൽ ചെയ്യാനില്ല, എത്തേണ്ടിടത്തെത്തി, ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്തു, കിട്ടേണ്ടത് കിട്ടി. കൃതം കൃത്യം പ്രാപണീയം പ്രാപ്തം. പ്രാപിക്കേണ്ടതിനെ ഞാൻ പ്രാപിച്ചു കഴിഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഒരു നിറവാണ് ജീവൻ മുക്തരുടെ ഉള്ളിലുണ്ടാവുന്നത്. അപ്പോൾ ആ ചരമസാക്ഷാത്കാര വൃത്തിയായ ആത്മജ്ഞാനം അത് അയാളുടെ അവസാനത്തെ ജന്മമാണ്. ഈ ജ്ഞാനം നേടിയ ആൾ ഏത് ശരീരത്തിലാണോ കഴിയുന്നത് അത് അയാളുടെ അവസാനത്തെ ശരീരമാണ്. ഇനി അയാൾ ജനിക്കുകയില്ല, പുനർജന്മം അയാൾക്കില്ല. അങ്ങനെ ആ ആത്മജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മജ്ഞാനത്തെ ഉള്ളിൽ സദാ ആരാണോ ധരിക്കുന്നത്, ദേഹമനഃ പ്രാണാദീനിതി ധർമാ ജീവാഹ താൻ ഗഗനോപമാൻ. ശരീരം, മനസ്സ്, പ്രാണൻ തുടങ്ങിയവ ആ ജ്ഞാനിയോടുകൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ധർമ്മമാണ്. എന്ത് ധർമ്മം? ശരീരധർമ്മം അല്ലെങ്കിൽ മനസ്സിൻ്റെ ധർമ്മം.
ജ്ഞാനി ശരീര മനോബുദ്ധീന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തെത്തിയ ആളാണ്. അതുകൊണ്ട് അവയിലെ കളങ്കം ജ്ഞാനിയെ ബാധിക്കുന്നില്ല. ശരീര മനോബുദ്ധി ഇന്ദ്രിയങ്ങളിലുള്ള കളങ്കങ്ങൾ ജ്ഞാനിയെ ബാധിക്കുന്നില്ല. അപ്പോൾ ഈ ദേഹം, മനസ്സ്, പ്രാണൻ തുടങ്ങിയവ ധർമ്മങ്ങളാണ്. അവയോടുകൂടി ജീവിക്കുന്നവരാണ് ഈ ജീവന്മാർ. ജ്ഞാനികൾ ഈ പ്രാണൻ, മനസ്സ് തുടങ്ങിയവയോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിലും അവർ ഗഗനോപമന്മാരാണ്, ആകാശം പോലെ നിർമ്മലന്മാരാണ്. അസംഗ അദ്വയ പൂർണ്ണ ബ്രഹ്മഭാവേന ആകാശ സദൃശാൻ വിന്ദന്തി ലഭന്തെ. അസംഗവും അദ്വയവും പൂർണ്ണവുമായ ബ്രഹ്മമാണ് താൻ എന്ന് അവർ അറിഞ്ഞതുകൊണ്ട് അവർ ആകാശത്തെ പോലെ നിസ്സംഗരായി നിർമ്മലരായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ജീവൻ മുക്തരെയാണ് നമുക്ക് കാണാൻ കഴിയുക. തേഷാം ജീവൻ മുക്താനാം, അങ്ങനെയുള്ള ജീവൻ മുക്തന്മാരുടെ ഭേദഭ്രമ ഹേത്വജ്ഞാനസ്യ നഷ്ടത്വാത്, ഭേദബുദ്ധി അല്ലെങ്കിൽ ഭേദഭ്രമം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളിലെ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. അവിദ്യ അവരുടെ ഉള്ളിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം പ്രകാശിക്കുന്നതോടുകൂടി അവിദ്യ പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു. അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് ഭേദബുദ്ധി ഉണ്ടാവുക? സകലത്തിലും ആത്മാവിനെ ദർശിക്കുന്നവരാണവർ. ഒരു തരത്തിലുള്ള ഭേദവും അവർക്ക് ഇല്ല. അപ്പോൾ ഉള്ളിലെ ഭേദബുദ്ധിയാകുന്ന കളങ്കം ഒരിക്കലും ഉണ്ടാകുന്നില്ല. കാരണം ഭേദഭ്രമത്തിന് കാരണമായ അജ്ഞാനം നഷ്ടമായിരിക്കുന്നത് കൊണ്ട് പുനർഭേദമതി കുതഹ, അവരുടെ ഉള്ളിൽ കാരണമാണ് നഷ്ടമായിരിക്കുന്നത്. ഭേദബുദ്ധിക്ക് കാരണം അജ്ഞാനമാണ്. എല്ലാം ആത്മാവാണ് എന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞാനം. എല്ലാം ആത്മാവാണെന്ന് സാക്ഷാത്കരിച്ചവരായതുകൊണ്ട് അജ്ഞാനത്തിൽ നിന്ന് ഉദിക്കുന്ന ഭേദബുദ്ധി ഇവരുടെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും? സാധ്യമല്ല. അതുകൊണ്ട് അവർ നിർമ്മലർ തന്നെയാണ്. കസ്മാൻ നിമിത്താത് സംഭാവ്യേതേത്യർത്ഥ. എന്ത് കാരണം കൊണ്ട് അവരുടെ ഉള്ളിൽ ഭേദബുദ്ധി ഉണ്ടാവും? ഭേദബുദ്ധി ജനിപ്പിക്കുന്നത് അജ്ഞാനമാണ്. ആ അജ്ഞാനം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൽ എങ്ങനെ ഭേദബുദ്ധി ഉണ്ടാവാനാണ്? ഭേദബുദ്ധിയില്ല, ഉണ്ടാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഭാസ്വരം ശക്രകോദണ്ഡം യഥാ നാനേവ ശൂന്യകം ആഭാസമാത്രമേവായം തഥാ ദൃശ്യാത്മകോ ഭ്രമഃ. ഈ ജ്ഞാനികൾ എങ്ങനെയാണ് ആ ഉന്നതമായ ജീവൻ മുക്ത സ്ഥിതിയിലേക്ക് എത്തിയത്? ശരീരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കവേ തന്നെ എങ്ങനെ അവർ മോക്ഷനിലയെ പ്രാപിച്ചു? അങ്ങനെയുള്ളവരെയാണല്ലോ ജീവൻ മുക്തന്മാർ എന്ന് പറയുന്നത്. അത് വളരെ എളുപ്പമാണെന്നാണ്. ഇതിൽ വലിയ ദുരൂഹതയൊന്നുമില്ല. ഇതൊരു വലിയ ടെക്നിക്കുമല്ല. ദൃശ്യം ഭ്രമമാണെന്നറിയണം. പറ്റുമോ? ദൃശ്യത്തെ ഭ്രമമാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ദൃശ്യം ഇല്ല. ദൃശ്യം ഏതിലാണോ പൊന്തുന്നത്, അല്ലെങ്കിൽ ദൃശ്യത്തെ ആരാണോ അനുഭവിക്കുന്നത് അയാൾക്ക് വേണം മുൻതൂക്കം നൽകാൻ. ദൃശ്യത്തിന് മുൻതൂക്കം നൽകിയാൽ ദ്രഷ്ടാവ് അപകടത്തിൽപ്പെടും. ദൃശ്യത്തെ സത്യമെന്ന് കരുതിയാൽ ദ്രഷ്ടാവിൻ്റെ കാര്യം കാട്ടാപ്പുകയാകുമെന്നർത്ഥം. അതാണ് ദൃശ്യത്തിൽ ഭ്രമിച്ചു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഒരു ദൃശ്യത്തെ കണ്ടിട്ട് എനിക്കത് വേണം, എനിക്കത് അനുഭവിച്ചേ പറ്റൂ, അത് നേടാതെ എനിക്ക് ജീവിതമില്ല. എന്തിനിങ്ങനെ തീരുമാനിക്കുന്നു? എന്തിന്? ദൃശ്യം ബാഹ്യലോകത്തിലാണ്. അതിൽ അജ്ഞാനം കലർന്ന മനസ്സ് സംഘബദ്ധമാകുന്നു. എന്നിട്ട് അതില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് തീരുമാനിക്കുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? വജ്രപ്പശ പോലെ ഒട്ടിപ്പോകുന്നു മനസ്സ് വിഷയങ്ങളിൽ. വജ്രപ്പശ പോലെ, ഫെവിക്കോൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ?
വേർപെടുത്താൻ സാധ്യമല്ല. ജ്ഞാനികൾ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തിയവരാണ്. എങ്ങനെയാണ് അവർ വേർപെടുത്തിയത്? വളരെ ലളിതം, വളരെ ഈസിയാണ്. കാണുന്ന ദൃശ്യങ്ങളൊന്നും സത്യമല്ല എന്ന് യുക്തിയുക്തം ചിന്തിച്ച് തീരുമാനിക്കണം. പറ്റുമോ? അല്ല, ആ യുക്തികൾ വേദാന്തം നിരത്തുന്നുണ്ട്. ജ്ഞാനികൾ ആ യുക്തികൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അത് കേട്ട് ഉൾക്കൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങളും ജീവൻ മുക്തൻ. സംശയിക്കുകയേ വേണ്ട. അതിന് ഒരു സാധനയുടെയും ആവശ്യമില്ല. എന്തെങ്കിലും സാധനയുണ്ടെങ്കിൽ ദൃശ്യം ഭ്രമമാണ് എന്ന് നിരന്തരം ചിന്തിക്കുക എന്നുള്ള ആ ഒരു സാധനയേ ഉള്ളൂ. മറ്റൊന്നുമില്ല. ദൃശ്യം ഭ്രമമാണെന്ന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാം ബ്രഹ്മമാണ് എന്ന് ചിന്തിച്ചാലും മതി. ഭേദബുദ്ധി ഉണ്ടാവരുത്. ദൃശ്യത്തെ സത്യമെന്ന് കരുതുമ്പോഴാണ് ഭേദബുദ്ധി ഉള്ളിലുദിക്കുന്നത്. ദൃശ്യം മിഥ്യയാണെന്ന് തീരുമാനിച്ചാൽ മിഥ്യയുടെ പുറകെ ആര് പോകും? അല്പമെങ്കിലും അറിവുള്ളയാൾ കാനൽ ജലം കുടിക്കാനായി മരുഭൂമിയിലൂടെ ഓടി നടക്കുമോ? ഇത് സത്യമാണ്, വാസ്തവമാണ് എന്ന് കരുതുന്നതാണ് മനസ്സ് സംഘബദ്ധമാകാൻ കാരണം. അല്ല, ഇത് മിഥ്യയാണെന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. വേണ്ട, ഇതൊക്കെ ബ്രഹ്മമാണെന്ന് തീരുമാനിക്കാൻ കഴിയുമോ? എന്ത് കണ്ടാലും ബ്രഹ്മമാണെന്ന് തീരുമാനിക്കാൻ കഴിയുമോ? അങ്ങനെ ആയാലും ജീവൻ മുക്തി നേടാം. ഭാസ്വരം ശക്രകോദണ്ഡം. ശക്രകോദണ്ഡം, കോദണ്ഡം വില്ല്, ശക്രൻ ഇന്ദ്രൻ. ഇന്ദ്രചാപം. എന്താണ് ഇന്ദ്രചാപം? മഴവില്ല്. മഴവില്ല്. അതിരറ്റഴകുള്ള മാരിവില്ല് അതിവേഗേന മറഞ്ഞു പോകുമല്ലോ. കണ്ടോണ്ടിരിക്കുമ്പോഴേ ആ ഇന്ദ്രചാപം അല്ലെങ്കിൽ മഴവില്ല് അല്പാൽപമായി മാഞ്ഞു പോകും. വില്ല് പോലെ ഇരിക്കും, വളഞ്ഞിരിക്കും. 7 നിറങ്ങളും നിങ്ങൾക്കതിൽ കാണാം. മാരിവില്ലിൻ്റെ 7 വർണ്ണങ്ങൾ. പക്ഷേ അതിനടുത്ത് ചെന്ന് അതിനെ എടുക്കാനോ പിടിക്കാനോ ഒന്നും സാധ്യമല്ല. അത് വെറും ഭ്രമമാണ്. ആകാശത്തിൽ തങ്ങി നിൽക്കുന്ന ജലകണികകളിൽ സൂര്യപ്രകാശം തട്ടി വിസരണം സംഭവിക്കുമ്പോഴാണ്. വിസരണം അല്ല, ശരിക്കും അതിന് പ്രകീർണനം എന്നാണ് പറയുന്നത്. ഡിസ്പേർഷൻ. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രക്രിയയാണ് പ്രകീർണനം. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതാണ് 7 വർണ്ണങ്ങൾ. ഈ 7 വർണ്ണങ്ങളായി വേർപിരിയുന്നതിനെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പം അതൊരു ഭ്രമം മാത്രമാണ്. ഏത്? ആകാശത്തിലെ മഴവില്ല്. ഭാസ്വരം, പ്രകാശിച്ചു നിൽക്കുന്നു, അത്യാകർഷകമാണ്. അതിനെ കണ്ടു നിൽക്കാം. അതിനെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാവും. ആ ഇന്ദ്രചാപം യഥാ നാനേവ ശൂന്യകം. അത് വാസ്തവത്തിൽ അങ്ങനെ ഒരു വില്ലില്ല. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. ഇതുപോലെ നാനാത്വമായി പ്രകടമാകുന്ന ഈ പ്രപഞ്ചം ശൂന്യമാണെന്നറിയൂ. ഇതിൽ കഴമ്പില്ല. ഇങ്ങനെ ഒരു പ്രപഞ്ചം വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടായിട്ടില്ല? ഉണ്ടാവാൻ ഒക്കില്ല. അതുകൊണ്ടുണ്ടായിട്ടില്ല. ശുദ്ധമായ ചിത്തിൽ ജഡജഗത്ത് വാസ്തവത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. സാധ്യതയുണ്ടെങ്കിലല്ലേ ഉണ്ടായി എന്ന് പറയാൻ പറ്റൂ. സാധ്യതയേ ഇല്ലെങ്കിൽ അഗ്നിയിൽ നിന്ന് ചെടി മുളയ്ക്കുമോ? കത്തുന്ന അഗ്നിയിൽ നിന്ന് ചെടി മുളയ്ക്കുമോ? ആ ചെടി പൂക്കുമോ? കായ്ക്കുമോ? ഇതൊന്നും സാധ്യമല്ലല്ലോ. പുരുഷന്മാർ പ്രസവിക്കുമോ? അല്ല, യൂട്രസ് ഉണ്ടെങ്കിൽ, ഗർഭാശയം ഉണ്ടെങ്കിൽ പ്രസവിക്കുന്നതിന് വിരോധമില്ല. ഗർഭാശയം ഉണ്ടെങ്കിലും പ്രസവിക്കില്ല. ഗർഭകോശം ഉണ്ടെങ്കിലും പ്രസവിക്കില്ല. കാരണം അയാൾ പുരുഷനാണ്. അയാളുടെ ശരീരഘടന പുരുഷൻ്റെ ശരീരഘടനയാണ്. അപ്പം ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത
പല കാര്യങ്ങളുണ്ട്, അസാധ്യമായ കാര്യങ്ങൾ. അതുപോലെ ഒന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി, പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം. സാധ്യമല്ല. ചിത്ത് എന്താണെന്ന് തിരിച്ചറിയുന്നവർക്ക് അതിൽ ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടായി എന്ന് അംഗീകരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. യഥാ നാനേവ ശൂന്യകം ആഭാസമാത്രമേവായം. ആഭാസം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആഭാസമല്ല. മലയാളത്തിലെ ആഭാസത്തിന് മോശമായ ഒരർത്ഥമാണുള്ളത്. അവനൊരു ആഭാസനാണ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവൻ, കൊള്ളരുതാത്തവൻ. ആഭാസ സംഭാഷണം, ആഭാസ പ്രവൃത്തി. സംസ്കൃതത്തിലെ ആഭാസത്തിന് തോന്നൽ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. തോന്നൽ, വെറും തോന്നൽ, ഭ്രമം, പ്രതീതി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആഭാസമാത്രമേവ അയം. ഇത് എന്ന് പറഞ്ഞാൽ ഈ ലോകം. ലോകഃ പുല്ലിംഗമാണ്. അതുകൊണ്ട് അയം ലോകഃ ആഭാസമാത്രം, വെറും തോന്നൽ മാത്രമാണ്. തഥാ ദൃശ്യാത്മകോ ഭ്രമഃ. ഈ ദൃശ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭ്രമമാണ്, കഴമ്പില്ലാതെ കാണപ്പെടുന്നത്. വസ്തുക്കളൊന്നും ഇല്ലാതെ തന്നെ വസ്തുക്കളുടെ അനുഭവം ഉണ്ടാകുന്നു. അത് ഭ്രമമല്ലാതെ മറ്റെന്താകും? സ്വപ്നം പോലെ. സ്വപ്ന പദാർത്ഥങ്ങളൊന്നും വാസ്തവമല്ല. പക്ഷേ സ്വപ്നം കാണുന്ന വേളയിൽ സത്യമെന്ന പോലെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. സ്വപ്ന പദാർത്ഥങ്ങൾക്ക് ഉണർന്നെഴുന്നേറ്റ ഒരാളിനെ സംബന്ധിച്ച് എന്ത് വാസ്തവികതയാണുള്ളത്? സത്യം കണ്ട് ഉണർന്ന ജ്ഞാനിക്ക് ഈ പ്രപഞ്ചം തൃണസമാനം, തൃണം ത്രിഭുവനം രാമ. ഇതേ വസിഷ്ഠ മഹർഷി മുമ്പ് പറഞ്ഞതാണ്. തൃണം ത്രിഭുവനം രാമ. ത്രിഭുവനങ്ങളും ജ്ഞാനിയുടെ കാഴ്ചപ്പാടിൽ തൃണസമാനം എന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല തന്നെ, അല്പം പോലുമില്ല. ഒരു കണിക പോലും പ്രപഞ്ചത്തിന് വാസ്തവികതയില്ല. തത്വസാക്ഷാത്കാരേണ ജീവജഗദ്ഭേദ കുതോ ബാധ്യത ഇതി ചേത്. തത്വത്തെ സാക്ഷാത്കരിക്കുമ്പോൾ ജീവൻ, ജഗത്ത് എന്നീ ഭേദങ്ങൾ എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്നാണെങ്കിൽ, ജീവനും കള്ളം, ജീവൻ്റെ അനുഭവത്തിലുള്ള ജഗത്തും കള്ളം. ഇതാണ് തത്വസാക്ഷാത്കാരത്തിലൂടെ ഒരു ജ്ഞാനി തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ജീവൻ, ജഗത്ത് എന്നുള്ള ഭേദം എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്നാണെങ്കിൽ, കുതോ ബാധ്യത ഇതി ചേത് ഭ്രാന്തിമാത്ര സിദ്ധത്വാദിത്യാശയേന തസ്യ അവസ്തുതാം ദൃഷ്ടാന്തേന സാധേതി ഭാസ്വരമിതി. ഇത് ഭ്രമം മാത്രമാണ്. ജീവൻ എന്ന് പറയുന്നതും ജഗത്തെന്ന് പറയുന്നതും വാസ്തവമല്ല. രണ്ടും പ്രതീതി മാത്രമാണ്, ഭ്രമമാണ് എന്നുള്ളത് കൊണ്ട് തസ്യ അവസ്തുതാം, ഈ ജീവനും ജഗത്തും വാസ്തവമല്ല എന്ന് ദൃഷ്ടാന്തേന സാധേതി, ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നു. ശക്രകോദണ്ഡം ഇന്ദ്രജാപഹ. ശക്രകോദണ്ഡം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ വില്ല്, ഇന്ദ്രജാപം അഥവാ മഴവില്ല്. മേഘപടലസ്ഥാഹ സൂര്യരശ്മയഃ ഏവ ഇന്ദ്രചാപാത്മനാ ദൃശ്യന്ത ഇതി പ്രസിദ്ധം. മേഘപടലങ്ങളിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മേഘപടലങ്ങളിലൂടെ വരുന്ന സൂര്യരശ്മികളാണ് ഇന്ദ്രചാപമായി കാണപ്പെടുന്നത്. ജലകണികകളിൽ സൂര്യരശ്മി പതിച്ച് ഘടകവർണ്ണങ്ങളായി വേർതിരിയുമ്പോഴാണ് ഇന്ദ്രചാപം ഉള്ളതുപോലെ ആയിത്തീരുന്നത് എന്നുള്ളത് ലോകത്തിൽ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. ഈ മഴവില്ല് ഒരിക്കലും വാസ്തവമല്ല. ശക്രചാപേ യഥാഭാന്തി നാനാവർണ്ണാനഭോങ്കണേ തഥാ ശൂന്യാത്മകായേവ ബ്രഹ്മാണ്ഡ പരമാണവഃ. ശക്രചാപേ യഥാഭാന്തി നാനാവർണ്ണാനഭോങ്കണേ. ആകാശമാകുന്ന മുറ്റത്തിൽ, ഇന്ദ്രചാപത്തിൽ അല്ലെങ്കിൽ മഴവില്ലിൽ എങ്ങനെ അനേകം വർണ്ണങ്ങൾ കാണപ്പെടുന്നുവോ, തഥാ അതുപോലെ കാണപ്പെട്ടാലും ഇല്ലാത്തത് തന്നെയാണ് ഈ ജഗത്ത്. തഥാ ശൂന്യാത്മക ഏവ. ഇതൊക്കെ ശൂന്യമാണ്, അല്പം പോലും ഈ പ്രപഞ്ചത്തിന് വാസ്തവികതയില്ല. ബ്രഹ്മാണ്ഡ പരമാണവഃ. ബ്രഹ്മാണ്ഡങ്ങളെ പരമാണുക്കളോടാണ് ഉപമിക്കുന്നത്. ത്രസരേണുക്കൾ എന്നാണ് പറയുന്നത്. ബ്രഹ്മാണ്ഡ ത്രസരേണവഃ ഉത്പദ്യന്തേ വിലീയന്തേ ബ്രഹ്മാണ്ഡ ത്രസരേണവഃ. ത്രസരേണുക്കൾ എന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ അടുക്കളയിലും മറ്റും ഈ ജന്നലോ അല്ലെങ്കിൽ ജാലിയൊക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടാവുമല്ലോ, അതിലൂടെ വരുന്ന സൂര്യപ്രകാശത്തിൽ മുകളിലും താഴെയുമായി പാറി നടക്കുന്ന പൊടിപടലങ്ങളെയാണ് ത്രസരേണുക്കൾ എന്ന് പറയുന്നത്. അത്യന്തം സൂക്ഷ്മമായവ. ആ സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരുമ്പോൾ ആ പ്രകാശത്തിൽ മാത്രമേ ഈ പൊടിപടലങ്ങളെ കാണാൻ പറ്റൂ. അത്ര കണ്ട് നിസ്സാരം. അതിനെയാണ് ത്രസരേണുക്കൾ എന്ന് പറയുന്നത്. ത്രസരേണുക്കളെ പോലെയാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ഇവിടെയും ബ്രഹ്മാണ്ട പരമാണവഹ എന്നാണ് പറയുന്നത്. അതിസൂക്ഷ്മമായ, കഴമ്പില്ലാത്ത, സത്തയില്ലാത്ത വെറും കാഴ്ചകൾ മാത്രമാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ എല്ലാം തന്നെ. ബ്രഹ്മാണ്ട ലക്ഷണ പരമാണവഹ. ബ്രഹ്മാണ്ടം എന്ന പേരിൽ ജീവന്മാർ അറിയുന്നത് ഇല്ലാത്തതിനെയാണ്. ഇത് എത്ര പറഞ്ഞാലും അജ്ഞാനികൾക്ക് പിടികിട്ടുകയില്ല. അല്പമെങ്കിലും ഈ വേദാന്തം ശ്രവിക്കണം, ഈ ആത്മതത്വത്തെക്കുറിച്ച് കേൾക്കണം. എന്നാൽ മാത്രമേ ഇത് ഭ്രമമാണ് എന്ന് ബുദ്ധിപരമായിട്ടെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റും. തികഞ്ഞ ഒരു മെറ്റീരിയലിസ്റ്റിനോട്, ഭൗതികവാദിയോട് ഇതൊക്കെ ഇല്ലാത്തതാണ്, ഭ്രമമാണെന്ന് പറഞ്ഞാൽ താൻ പോയി തൻ്റെ പണി നോക്കെന്ന് പറയും. തനിക്ക് എന്തോ കുഴപ്പമുണ്ട്, വല്ല മനഃശാസ്ത്രജ്ഞനെയും കൊണ്ട് കാണിക്ക് എന്ന് പറയും. അതാണ് സത്യം. ഏത്? പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ളതാണ് സത്യം. ഇദം ജഗത് അസദ്ഭാതി സദിവ വ്യക്തിമാഗതം അജാതമനിരുദ്ധം ച യഥാ ശൂന്യത്വമംബരേ. ഇദം ജഗത് അസദ്ഭാതി. ഈ ജഗത്ത് അസത്ത് തന്നെയാണ്. അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നാണ്. ഈ പ്രപഞ്ചം അസത്ത് തന്നെയാണ് രാമ. പക്ഷേ സദിവ വ്യക്തിമാഗതം, ഉള്ളതുപോലെ കാണപ്പെടുന്നു. വളരെ വ്യക്തമായി കോടിക്കണക്കിന് ജീവന്മാർ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അനുഭവിച്ചവരൊക്കെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് യാത്രയായി. അവരുടെ ഒന്നും കാര്യം ഇപ്പം ആരും സംസാരിക്കുന്നില്ല. എത്രയോ മരിച്ചുപോയവരെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. പിന്നെ ആ ശ്രാദ്ധത്തിൻ്റെ അന്ന് മാത്രമായിരിക്കും ഈ മരിച്ചുപോയവരെ കുറിച്ച് അവരുടെ കുട്ടികൾ ഓർമ്മിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും മരിച്ചു പോയിട്ടുണ്ടാവും. അവരെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും ആരെയെങ്കിലും കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പോയവൻ പോയി, അവൻ്റെ പ്രാരബ്ധം തീർന്ന് അവൻ പോയി. ഉള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല, പിന്നെ അല്ലേ ചത്തവരെ കുറിച്ച്. അപ്പോൾ ഈ ജഗത്ത് അസത്താണെങ്കിലും അത് പ്രകാശിക്കുന്നു രാമ. സത്തെന്ന പോലെ പ്രകാശിക്കുന്നു, വാസ്തവമെന്ന പോലെ പ്രകാശിക്കുന്നു. വളരെ വ്യക്തമായി ഇന്ദ്രിയ മനസ്സുകളുടെ മുമ്പിൽ കാണപ്പെടുന്നു ഈ ജഗത്ത്. അജാതമനിരുദ്ധം ച. ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല രാമ. ഉണ്ടായെങ്കിലല്ലേ നിങ്ങൾ ഇതിനെ സത്യമെന്ന് കരുതേണ്ട കാര്യമുള്ളൂ. ഈ പ്രപഞ്ചം വാസ്തവമാണ് എന്ന് നിങ്ങൾ കരുതുമ്പോഴും ഇത് ജനിക്കാത്ത ഒന്നാണ്. അജാതം. ഗൗഡപാദ മഹർഷിയുടെ അജാതവാദത്തെ ഓർമ്മിക്കുക. ഈ പ്രപഞ്ചം ഉണ്ടായിട്ടേയില്ല. നിങ്ങൾക്ക് ഉണ്ടായതിന് മാത്രമല്ലേ അനുഭവിക്കാൻ പറ്റൂ. നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഉണ്ടായി എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. മരുഭൂമിയിലെ കാനൽ ജലം ഉണ്ടാകാതെ തന്നെ നമ്മുടെ അനുഭവത്തിൽ പ്രകാശിക്കുന്നതാണ്. അതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇല്ലാതെ അല്ലെങ്കിൽ ഉണ്ടാകാതെ ഉള്ളതുപോലെ പ്രകാശിക്കുന്നതാണ് ഭ്രമം അല്ലെങ്കിൽ മിഥ്യ. ഈ പ്രപഞ്ചം മിഥ്യ തന്നെയാണ്. അജാതം, കാരണം ഇത് ജനിച്ചിട്ടില്ല. അനിരുദ്ധം, ഇത് നശിക്കുകയുമില്ല. ഉണ്ടെങ്കിലേ നശിക്കൂ. ഉള്ളത് ജനനത്തിലൂടെ അല്ലെങ്കിൽ ആവിർഭാവത്തിലൂടെ നിലവിൽ വന്നത് മാത്രമേ എന്നെങ്കിലും ഇല്ലാതാവുകയുള്ളൂ. ജനിക്കാത്ത ഒന്ന് നശിക്കുകയില്ല. പക്ഷേ ജനിക്കാത്ത ഒരു പ്രപഞ്ചമാണ് അനശ്വരമായി ജീവന്മാരുടെ മുമ്പിൽ പ്രകാശിക്കുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് 450-500 കോടി വർഷങ്ങളായി എന്നാണ് ഒന്നും അറിയാത്ത
നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടാകാത്ത പ്രപഞ്ചത്തിന് കാലപ്പഴക്കം നിർണ്ണയിക്കുന്നു. ഇതിൽ പരം വിഡ്ഢിത്തം വേറൊന്നുണ്ട്? പ്രപഞ്ചം ഉണ്ടായിട്ട് എത്രയോ കോടി കൊല്ലങ്ങളായെന്ന്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് വസിഷ്ഠ മഹർഷിയും ഗൗഡപാദരും ഒക്കെ പറയുന്നത്. അവരെക്കാളും കേമന്മാരാണോ ആ വിദ്യയിൽ പുഴുക്കളെ പോലെ കിടന്ന് പെടയുന്ന ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ? ആരുടെ വാക്ക് കേൾക്കണം എന്നുള്ളത് നല്ല പോലെ ചിന്തിച്ചറിയണം. ആരുടെ പുറകെ പോകണം, ആരെ ഗുരുവായി അംഗീകരിക്കണം എന്ന് ആലോചിച്ച് തീരുമാനിക്കണം. അതിന് നമ്മുടെ വിവേകം നമ്മെ തുണയ്ക്കണം. അല്ലെങ്കിൽ കണ്ട അണ്ടൻ്റെയും അടവോടൻ്റെയും പുറകെ പോയി ജീവിതം ഇല്ലാതായി പോവും. സത്യദർശികളെ എങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചറിയുക? എന്ത് പറഞ്ഞാലും അതിനൊരു വികല്പം പറയുമല്ലോ. സത്യദർശികൾ എങ്ങനെ? സ്റ്റാച്യു, പാളയം, മുറിഞ്ഞ പാലം, മെഡിക്കൽ കോളേജ്, അങ്ങനെ ഒരു ബോർഡ് വെച്ചാണോ ജ്ഞാനികൾ എത്തുന്നത്? വേണ്ട. ഒരാളുടെ സമീപത്തിൽ നമ്മൾ എത്തുമ്പോൾ അയാൾ ജ്ഞാനിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശക്തി ഈശ്വരൻ നമുക്ക് തരും. നമ്മൾ അതിനും മാത്രം പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെ പുറകെയെങ്കിലും പോവും. അവൻ ജ്ഞാനിയാണെന്ന് വിചാരിക്കും. അവസാനം രണ്ടുപേരും കുഴിയിൽ ചാടും. ഗുരുവും ശിഷ്യനും രണ്ടുപേരും ഏതെങ്കിലും ഏടാകൂടത്തിൽ പെട്ട് രണ്ടുപേരും ജയിലിലാവും. ജയിലിലാകുന്ന സ്വാമിമാരുടെ എണ്ണം കുറവല്ല. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ബാലപീഡനം, സ്ത്രീപീഡനം, സ്വത്ത് വെട്ടിപ്പ്, കബളിപ്പിക്കൽ, ഇങ്ങനെയുള്ള പല കുറ്റകൃത്യങ്ങളിലും പ്രതികളാകുന്ന സ്വാമിമാരും സന്യാസിമാരും ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ കഴിയുന്നത് എന്ന കാര്യം മറക്കണ്ട. അതുകൊണ്ട് അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേറൊരു ദിവസം ഒന്നുകൂടെ പറയാതെ, അല്ലെങ്കിൽ പറയണം എന്ന് സദസ്യരുടെ ശക്തമായ അഭിപ്രായം ഉള്ളതുകൊണ്ട് പറയാം. കുരുട്ടിനെ നീക്ക ഗുരുവിനെ കൊൾവർ, കുരുട്ടിനെ നീക്കും ഗുരുവിനെ കൊള്ളാർ, കുരുടും കുരുട്ടാട്ടമാടി കുരുടും കുഴിവിഴുമാറേ. തിരുമന്ത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ. തിരുമന്ത്രത്തിൽ തിരുമൂല നായനാർ പറയുന്നതാണ്. കുരുട്ടിനെ നീക്ക ഗുരുവിനെ കൊൾവർ. കുരുട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം, അതായത് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥ, ആന്ധ്യത്തെ അജ്ഞാനമാകുന്ന ആന്ധ്യത്തെ മാറ്റാത്ത ഒരു വ്യക്തിയെ ഗുരുവായി അംഗീകരിക്കും. ആര്? അറിവില്ലാത്തവർ. കുരുട്ടിനെ നീക്കും ഗുരുവിനെ കൊള്ളാർ. അജ്ഞാനത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ ഗുരുവായി അംഗീകരിക്കുകയില്ല. ഇപ്പം ഇവരുടെ അവസ്ഥ എന്താണ്? ഗുരുവും കുരുടൻ. അദ്ദേഹത്തെ ഗുരുവായി അംഗീകരിച്ച് ശിഷ്യനും കുരുടൻ. തൻ്റെ ആന്ധ്യം അല്ലെങ്കിൽ അജ്ഞാനത്തെ മാറ്റിത്തരുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പുറകെ ഓടിയതാണ്. അദ്ദേഹവും കുരുടനാണ്, ആശ്രയിച്ച ശിഷ്യനും കുരുടനാണ്. ഈ രണ്ട് കുരുടന്മാരും കൂടെ ചേർന്ന് ഏതെങ്കിലും കുഴിയിൽ വീഴും. കുരുടും കുരുട്ടാട്ടമാടി. കുരുട്ടാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യും. ഗുരു പറയുക, ആ സാധന ചെയ്യുക, ഈ മന്ത്രം ജപിക്കുക, മറ്റേ മെഡിറ്റേഷൻ ചെയ്യുക. ഞാൻ ഇതിനൊന്നും പരിഹസിക്കുകയല്ല. മന്ത്രം ജപിക്കാൻ പറ്റുമെങ്കിൽ ജപിക്കണം. കുറച്ച് ചിത്തശുദ്ധിയെങ്കിലും കിട്ടുമല്ലോ. ജ്ഞാനം കിട്ടിയില്ലെങ്കിലും മന്ത്രം ജപിക്കൂ, എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യൂ. അതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ജ്ഞാനത്തെ നേടിത്തരില്ല. തത്വജ്ഞാനം തത്വവിചാരത്തിലൂടെ മാത്രം നേടേണ്ട ഒന്നാണ്. വിചാരം കൊണ്ടാണ് ജ്ഞാനം പ്രകാശിക്കുന്നത്. വസ്തുസിദ്ധർ വിചാരേണ നകിഞ്ചിത് കർമ്മ കോടിഭി. വിവേക ചൂടാമണിയുടെ ആരംഭത്തിൽ തന്നെ ശങ്കര ഭഗവത് പാദർ വ്യക്തമാക്കിയ കാര്യമാണിത്. കർമ്മം ജ്ഞാനത്തിലേക്ക് നേരിട്ട് നയിക്കുകയില്ല. കർമ്മത്തിലൂടെ നിങ്ങൾക്ക് പരമാവധി നേടാൻ കഴിയുന്നത് ചിത്തശുദ്ധി.
ആ ചിത്തശുദ്ധി മോശമായ ഒന്നാണോ എന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. ചിത്തശുദ്ധി ഉള്ളവർക്ക് മാത്രമേ തത്വവിചാരം ചെയ്യാൻ പറ്റൂ. തത്വവിചാരത്തിലൂടെയാണ് ജ്ഞാനം നേടേണ്ടത്. അതുകൊണ്ട് ഈ ചിത്തശുദ്ധി എന്ന് പറയുന്നത് ഒരു മുൻ യോഗ്യതയാണ്. അശുദ്ധ മനസ്കർക്ക് ഒരിക്കലും തത്വവിചാരം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവസാനം ഈ രണ്ട് കുരുടന്മാരും കൂടെ കുരുട്ടാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുടന്മാർ വഴിയിൽ തപ്പിത്തടയാറില്ലേ? കാരണം എന്താണ്, എങ്ങോട്ട് പോകണം ഒന്നും അറിയത്തില്ല. ഒരു കുരുടൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പുറകെ പോകുന്ന കുരുടന്മാരുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടോ? രണ്ടുപേരൊക്കെ ചേർന്ന്, രണ്ടുപേരും കണ്ണു കാണാൻ പറ്റാത്തവരായിരിക്കും. മുമ്പിൽ പോകുന്നയാളൊരു വടിയും വെച്ച് ഇങ്ങനെ തട്ടി പോകും. കാരണം മുമ്പിൽ കുഴിയോ ഓടയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണ്ടേ, അങ്ങനെ തട്ടിപ്പോവും. കുരുടന്മാരാരും ഓടയിൽ വീഴാറില്ല, കുഴിയിൽ വീഴാറില്ല. കണ്ണുള്ള കുരുടന്മാരാണ് ഓടയിൽ വീഴുന്നത്. നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. കാരണം അവൻ തട്ടിയാണ് പോകുന്നത്. ഇവൻ്റെ ശ്രദ്ധ മൊബൈലിലോ അല്ലെങ്കിൽ റോട്ടിലോ ആയിരിക്കും, അല്ലെങ്കിൽ സിനിമാ പോസ്റ്ററും കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. അവന് റോഡിലല്ല ശ്രദ്ധ, മുമ്പിൽ കുഴിയുണ്ടോ ഇതൊന്നും അവന് നോട്ടമല്ല. കണ്ണുള്ള കുരുടന്മാരാണ് പലപ്പോഴും ഓടയിലും മറ്റ് കുഴികളിലും ഒക്കെ വീഴുന്നത്. അപ്പോൾ കുരുടും കുരുട്ടാട്ടമാടി കുരുടും കുഴി വീഴുമാറ്. രണ്ടുപേരും ഏതെങ്കിലും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ്, ഇരുട്ടിലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരുട്ടാണ് അവർക്ക്, അന്ധന്മാർക്ക് എപ്പോഴും ഇരുട്ടാണ്. ആ ഇരുട്ടിൽ കഴിയുന്ന അവർ ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടും. ഇതിൻ്റെ വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. വ്യക്തിം പ്രകടത ഇല്ലാത്ത പ്രപഞ്ചമാണ് സത്യമെന്ന പോലെ നമ്മുടെ മുമ്പിൽ പ്രകടമായിരിക്കുന്നത്. അജാതം അനുത്പന്നം, ഇത് ഉണ്ടാകാത്തതാണ്. അനിരുദ്ധം അനഷ്ടം, ഇത് നഷ്ടമാകാത്തതുമാണ്. പ്രപഞ്ചം നശിക്കും എന്നാണ്, കാരണം ഉണ്ടായതാണല്ലോ, അതുകൊണ്ട് ഇത് നശിക്കും എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഉണ്ടാകാത്ത പ്രപഞ്ചത്തിന് എന്ത് നാശം? പ്രപഞ്ചം എന്ന ഭ്രമം, ആ കാഴ്ച തത്വജ്ഞാനത്തിലൂടെ അപ്രത്യക്ഷമാകും എന്ന് പറഞ്ഞാൽ അപ്പോഴും പ്രപഞ്ച പദാർത്ഥങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളിൽ നിന്ന് നീങ്ങും. നമുക്ക് തെറ്റിദ്ധാരണ നീങ്ങിയാൽ മതി. പ്രപഞ്ചത്തെ ഇടിച്ച് പൊടിച്ച് കടലിലോ കായലിലോ കൊണ്ട് കലക്കേണ്ട കാര്യമില്ല. നമുക്ക് തെറ്റിദ്ധാരണ മാറണം. തെറ്റിദ്ധാരണയാണ് ദുഃഖത്തിന് കാരണം. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അജ്ഞാനം. ആ അജ്ഞാനം നീങ്ങിയാൽ പ്രപഞ്ചം എന്നൊന്നില്ല. ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ പ്രപഞ്ചമില്ല. അദ്ദേഹത്തിന് സകലതും ബ്രഹ്മം. ബാലകൃഷ്ണൻ നായർ സാർ പറഞ്ഞില്ലേ, ചുമ പോലും ബ്രഹ്മം എന്നാണ്. രമണ മഹർഷി എന്താ പറഞ്ഞത്? മുതുകിൽ വന്നിട്ടുള്ള ക്യാൻസറസ് ട്യൂമർ അത് ശിവലിംഗമാണ് എന്നാണ് പറഞ്ഞത്. ശിവരാത്രിയൊക്കെ വരാൻ പോവുകയാണല്ലോ. ശരീരത്തിൽ വരുന്ന വേദനാജനകമായ ട്യൂമറിനെ പോലും ശിവലിംഗമായി കാണാൻ കഴിയുന്ന ഒരാളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കുമെന്ന് അല്പമെങ്കിലും സഹൃദയത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കും. അത് ചിന്തിച്ചാൽ പിടികിട്ടുന്ന ഒരു കാര്യവും അല്ല. ഒരു ജ്ഞാനിയായി മാറിയാൽ മാത്രമേ ആ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകൂ. അപ്പോൾ നമ്മളങ്ങനെ 67 ശ്ലോകം വായിച്ച് അവസാനിപ്പിച്ചു. 74 ശ്ലോകമുണ്ട്. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ശനിയാഴ്ച വായിക്കാം.